എലപ്പുള്ളിയിലെ ബ്രൂവറിയാണ് താരം. പ്രതിപക്ഷ നേതാവിനെ വെല്ലുന്ന പ്രതിപക്ഷ നേതാവാകാൻ അവസരം പാർത്തിരിക്കുന്ന കോൺഗ്രസിലെ താരങ്ങളെല്ലാം കളത്തിലുണ്ട്. അതിലെ പ്രധാനി പറയുന്നത് ഇതിൽ അഴിമതി ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അഴിമതി ഇല്ലാത്തത് ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അന്ന് അഴിമതി മാത്രമല്ല, നേതാക്കന്മാർ വിഭജിക്കാൻ പോയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരുന്ന സ്ത്രീകൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞുള്ള പണപ്പിരിവ് വേറെയും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഓഡിയോ ക്ലിപ്പുകൾ ധാരാളം സമൂഹ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട്. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ് ഒരു പദ്ധതിയുമായി ഒരുത്തിന് ഇറങ്ങിയിരുന്നു. എന്നിട്ട് ഈ കുബേരന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരിൽ നിന്ന് വാങ്ങിയിട്ട് അത് പോക്കറ്റിലിട്ട സംഭവം വേറെ. പാവപ്പെട്ട മടിശീല കച്ചവടക്കാർ മാത്രം പെട്ടു. എപ്പോഴും അങ്ങനെയാണല്ലോ, പണം കയ്യിൽ കെട്ടി വെച്ചിരിക്കുന്നവന്റെ ഒന്നും നഷ്ടപ്പെടില്ല. അന്നത്തെ അപ്പത്തിന് വേണ്ടി ഞാണിന്മേൽ കളി കളിക്കുന്നവനെ മാത്രമേ എന്നും പ്രശ്നമുണ്ടായിട്ടുള്ളൂ, അവനെ നഷ്ടപ്പെടാനുള്ളൂ. എന്നിട്ടിപ്പോഴും പൊട്ടക്കളത്തിൽ പുളവൻ പണീന്ദ്രൻ എന്ന് പറഞ്ഞതുപോലെ ഇവനൊക്കെ നാല് കാലും പറിച്ച് ചാടുക. അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള വെപ്രാളം. എന്തുപോലെ എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി വന്നതുകൊണ്ട് ആർക്കാണ് കുഴപ്പം? ആ ബ്രൂവറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ GST നല്ലൊരു ശതമാനം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുവാനുള്ളതാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള സംസ്ഥാനമൊന്നുമല്ല കേരളം. എത്ര പേർക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കിട്ടും? ഇവിടുത്തെ യുവാക്കളെല്ലാം നാട് വിട്ടു പോകുന്നു. എന്തുകൊണ്ടാ? ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ജോലി കിട്ടിയാൽ തന്നെ മനസമാധാനത്തിലൂടെ ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇനി മദ്യത്തിന്റെയും മദ്യവർജനത്തിന്റെയും കാര്യം പറഞ്ഞാൽ ഞെട്ടും. KCBC ഇതിനെതിരാണ്. അവരുടെ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞു. എതിർക്കുന്നവർ ആരും അതിനുള്ള കാരണം പറയുന്നില്ല. പറയുന്ന കാര്യമായിട്ട് യുക്തിക്ക് ചേരുന്നതുമല്ല. ഇവിടെ ഉള്ളവരെല്ലാം മദ്യം ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്ന ഏക കാരണം. 1996 കാലാവധി പൂർത്തിയാകാൻ പോകുന്ന ആന്റണി മന്ത്രിസഭയ്ക്ക് തുടർഭരണം ലഭിക്കുവാൻ വേണ്ടി ചെറിയ ഫിലിപ്പ് AK ആന്റണിക്ക് ഉദ്ദേശിച്ചു കൊടുത്ത മൂലമന്ത്രമായിരുന്നു ചാരായ നിരോധനം. അതറിയാമല്ലോ. അതിന്റെ അനന്തരഫലമാണ് ഇന്ന് കൊച്ചു കേരളം അനുഭവിക്കുന്ന മുഴുവൻ മയക്കുമരുന്നിന്റെയും അടിസ്ഥാന കാരണം. ആദ്യത്തെ ഫലം ആന്റണിക്ക് തുടർഭരണം ലഭിച്ചില്ലെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആന്റണിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വന്നില്ല. പക്ഷെ ഈ കൊച്ചു കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറി. അത് മാത്രമാണ് നമുക്ക് നേട്ടമുണ്ടായത്. മദ്യം കഴിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ 2 എണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷവും. ഇന്നത്തെ സ്ഥിതി അതാണോ? ഈ മയക്കുമരുന്ന് മുഴുവൻ അടിച്ചു കയറ്റിയിട്ട് തുണിയും കോണവും ഇല്ലാതെ സ്വയം വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വീരന്മാർ, അവന്മാരെയാണ് കൂടുതൽ കാണുന്നത്. ഇതൊന്നും ഈ പറയുന്ന KCBC എന്തേ കാണുന്നില്ല? മദ്യത്തിനെതിരെ വിപ്ലവകരമായ പ്രസ്താവനകൾ നടത്തുന്ന KCBCയുടെ ചുമതലയുള്ള എത്ര പേർ മദ്യം ഉപയോഗിക്കാത്തവരായിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി പറയണം. 1990-കളിൽ സുമാർ അഴീക്കോട് ഒരു പ്രസ്താവന നടത്തി. എന്താണെന്നറിയോ? 10% വൈദികർ മദ്യപിക്കുന്നവരാണെന്ന്. പിറ്റേ ദിവസമുള്ള മാധ്യമങ്ങളെല്ലാം, അച്ചടി പത്രങ്ങളെല്ലാം വലിയ രീതിയിൽ അച്ചടിച്ചു വന്നു. വലിയ പാതകമാണ് സുമാർ അഴീക്കോട് പറഞ്ഞത്. മൂവാറ്റുപുഴയിലുള്ള ഒരു മാത്യു, നമ്മുടെ കൊള്ളൂത്തുകാരനല്ല കേട്ടോ, അഴീക്കോട് മാഷിനെ ഈ വാർത്ത കണ്ടിട്ട് വിളിച്ച് പ്രസ്താവനയിൽ തനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു. വൈദികർ മദ്യപിക്കുന്നവരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഏതോ ക്രിസ്ത്യാനി ഹാലിളകി വിളിക്കുന്നതാണെന്നാണ് മാഷ് ധരിച്ചത്. മാഷ് അല്പം പരിങ്ങലോടെ പറഞ്ഞു, ശതമാനക്കണക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാമെന്ന്. ഇത് കേട്ട ഇരിങ്ങാലക്കുടക്കാരൻ മാത്യു അദ്ദേഹം പറഞ്ഞു, കുറയ്ക്കുകയല്ല വേണ്ടത്, കൂട്ടുകയാണ് വേണ്ടതെന്ന്. 10 എന്നുള്ളത് 50% ഉയരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ട സുമാർ അഴീക്കോട് പൊട്ടിച്ചിരിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. പള്ളിമേടയിലിരുന്നും ബാറിൽ ലോഹ ഇടാതിരുന്നും ഒക്കെ മദ്യപിക്കുന്ന വൈദികരാണ് ജനങ്ങൾക്ക് ദുർമാതൃക കാണിച്ചു നൽകുന്നത്. പണ്ട് ചാരായ നിരോധനം വരുന്നതിന് മുൻപ് 14 രൂപ കൊടുത്താൽ ഒരു പാക്കറ്റ് ചാരായം കിട്ടുമായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് വരുന്നവന് അതൊരു ആശ്വാസം തന്നെയായിരുന്നു. 14 രൂപ മുടക്കിയാലും ഒരു പാക്കറ്റ് കിട്ടും. അതടിച്ചിട്ട് സുഖമായി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. നടുവേദനയും ശരീരവേദനയൊക്കെ പമ്പ കടക്കും. ആന്റണിയുടെ ചാരായ നിരോധനത്തോടെ അവന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ 14-ന്റെ സ്ഥാനത്ത് 100-ന് മുകളിൽ മുടക്കേണ്ട അവസ്ഥയായി. പണ്ട് 50 രൂപ കൈക്കൂലി കൊടുത്താൽ നടക്കുന്ന കാര്യങ്ങൾ 500 രൂപ കൊടുത്താൽ പോലും നടത്തി കിട്ടാത്ത അവസ്ഥയായി. കേരളത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ സംഘം ചേർന്ന് അടുത്ത സംസ്ഥാനങ്ങളിൽ പോയി മദ്യം മേടിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ പതിവായി. ജനം സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതും നികുതി കൊടുക്കുന്നതും തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും ജീവിത ചെലവ് കുറയ്ക്കുവാനും വേണ്ടി മാത്രമാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? കുത്തിനു പിടിച്ച് തോർത്തുകൂട്ടി പിഴിഞ്ഞ് നികുതി വാങ്ങുന്നുണ്ടെങ്കിലും ജനത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ഈ സങ്കടമെല്ലാം ഓർത്ത് വൈകുന്നേരം ഒന്ന് കിടന്നുറങ്ങണമെങ്കിൽ പാവങ്ങൾക്ക് 2 എണ്ണം വീശണം.
കേവലം 100 രൂപ മുടക്കിയാൽ ഏത് വില കൂടിയ മദ്യവും ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അതിനെല്ലാം ഇത്ര ഭീമമായ വില കൊടുത്തു വാങ്ങി കുടിക്കേണ്ട ഗതികേടാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. മദ്യ നിരോധനത്തിന്റെ പേരും പറഞ്ഞ് KCBC പോലുള്ള സംഘങ്ങളും മെത്രാന്മാരും ഇറങ്ങുമ്പോൾ ഒന്നോർക്കണം, ഇവിടുത്തെ ജനങ്ങളുടെ കടക്കൽ തന്നെയാണ് കത്തിവെക്കുന്നതെന്ന്. ഇന്നത്തെ യുവജനങ്ങളെ മുഴുവൻ മയക്കുമരുന്നിന് അടിമകളാക്കുന്നത് അന്നത്തെ ആന്റണിയുടെ തലതിരിഞ്ഞ തീരുമാനത്തിന്റെ അനന്തരഫലമാണ്. ഒരു സംശയവും വേണ്ട. ഈ നികുതി മുഴുവൻ കുത്തിനു പിടിച്ചു വാങ്ങിയിട്ട് ഈ സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉള്ളതായി കാണുന്നില്ല. ഇവിടെ മദ്യോൽപാദനശാല വരണം, ജനങ്ങൾക്ക് ജോലി കിട്ടണം, സർക്കാരിന് നികുതി കിട്ടണം, വില കുറഞ്ഞ മദ്യം കഴിക്കുവാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കണം. മദ്യം കഴിക്കണം എന്നുള്ളവൻ എന്ത് വില കൊടുത്തും എവിടെ പോയി വേണേലും വാങ്ങി കഴിക്കും. മാറി മാറി വരുന്ന സർക്കാരുകൾ അവന്റെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെയാണ് അവന്റെ കുടുംബം നശിക്കുന്നത്. ഏറ്റവും വലിയ ആരോപണം ഉയർന്നു കേട്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് നേരെയാണ്. ബുദ്ധിയും ബോധമില്ലാത്ത ഒരു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അവിടെ ഇരുന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവ് വാങ്ങിയെന്നാണ്. അത് വെറും പൊളുവാണ്. സംഗതി പാളി എന്ന് തോന്നിയപ്പോൾ പത്രോസിനെ പോലെ തള്ളി പറയുന്നതാണ്. നല്ല കട്ടിയുള്ള കവർ കൈ നിറയെ തന്നിട്ട് തന്നെയാണ് ഉത്തരവ് വാങ്ങിയിരിക്കുന്നത്. അത് ഏത് അരിയാകാരം കഴിക്കുന്നവർക്കും മനസ്സിലാവും. പക്ഷെ റോഷി അഗസ്റ്റിൻ പുള്ളി പറഞ്ഞതാണ് ശരി. വാട്ടർ അതോറിറ്റി വെള്ളം നൽകണം. അറബിക്കടലിലേക്ക് വെറുതെ ഒഴുകി പോകുന്ന വെള്ളം എടുത്തല്ലേ കുപ്പിയിലാക്കി എസൻസും കലക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നത്. വാട്ടർ അതോറിറ്റിക്കും ഒരു വരുമാനമാകട്ടെ. ചെന്നിത്തലയ്ക്കും UDF-നും ഒക്കെ ഇപ്പോൾ ബ്രൂവറി ഉണ്ടായാൽ അതിന്റെ പ്രയോജനം അത് ഉണ്ടാക്കുന്നവർക്കാണല്ലോ എന്നോർത്തുള്ള സങ്കടം മാത്രമാണ് ഉള്ളത്. 1.5 കൊല്ലം തടഞ്ഞു വെച്ചാൽ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന ചിന്തയാണ്. ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം. KCBC-യുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആരംഭം കുറിക്കുക. അതിനുള്ള സംഘടനാ ശേഷിയൊക്കെ നിങ്ങൾക്കുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ കേരളം പച്ചക്കറിയിൽ സ്വയം പര്യാപ്തമാകും. അല്ലാതെ നടക്കാത്ത കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കല്ലേ KCBC. അമിത മദ്യപാനികൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ പിടിച്ചു കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള ഇടപാട് ചെയ്യണം. അല്ലാതെ മദ്യം നിരോധിച്ചിട്ടൊന്നും ഈ രാജ്യത്തൊന്നും നടക്കില്ല. അടുത്ത രാജ്യത്തേക്ക് നീന്തി പോയി വേണമെങ്കിലും കുടിക്കാനുള്ളവൻ കുടിക്കും. അതിനിട വരുത്തരുത്. അയൽ സംസ്ഥാനങ്ങളുടെ നികുതിക്ക് തുല്യമായ നികുതി ഇവിടെ ഈടാക്കണം. കൂടുതൽ ബ്രൂവറികൾ ഇവിടെ ഉണ്ടാവണം. അതിൽ നിന്ന് കൂടുതൽ നികുതികൾ സംസ്ഥാനത്തിന് ലഭിക്കണം. സംസ്ഥാനത്തെ കുട്ടികൾക്ക് ജോലി സാധ്യത ഉണ്ടാവണം. സങ്കുചിതമായി ചിന്തിക്കരുത്.